നമസ്കാരം. ഞാൻ രമേശ് നാരായണനാണ്. ഞാൻ വന്നിട്ടുള്ള എൻ്റെ ഈ ലോകം എന്ന് പറയാം, എൻ്റെ ഈ ഞാൻ ജനിച്ച എന്നെ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ള കാലം അതൊരു വളരെ പ്രധാനമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ജനിച്ച കാലഘട്ടം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നത് ഞാൻ കൂത്തുപറമ്പിൽ അവിടെ ജനിച്ചത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും എനിക്ക് വലിയ പരംപൂജ്യ ഗുരുജിയെ എനിക്ക് ഗുരുവായിട്ട് കിട്ടുന്നു. പരംപൂജ്യ ഗുരുജി പത്മവിഭൂഷൺ സംഗീത് മാർത്താൻ പണ്ഡിറ്റ് ജസരാജിയെ ഗുരുവായിട്ട് കിട്ടുന്നു. ഇതൊക്കെ കാലക്രമേണ കാലങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു 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 സംഭവമാണത്. എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ആയിട്ടില്ല. അതെനിക്ക് വയ്ക്കാൻ കാര്യം, നമ്മളിപ്പോഴും സംഗീതം എന്ന് പറയുന്നത് എല്ലാ മ്യൂസിഷ്യൻസും എല്ലാ സംഗീതജ്ഞരും പറയുന്നത് പോലെ നമുക്ക് ഈ ജന്മം കൊണ്ടൊന്നും ഒരിക്കലും അത് ജന്മാന്തരങ്ങളായിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് സംഗീതം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്പം ടാലൻറ്റ് ഉണ്ടാവുക, കുറച്ച് സംഗീതത്തിൽ ജ്ഞാനം ലഭിക്കുക എന്ന് പറയുന്നത് ജന്മാന്തരങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. അത് വാസ്തവമാണ്, അതിൽ യാതൊരു സംശയമില്ല. കാര്യം അതിന് നമ്മളെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ കുട്ടികൾ പാടുന്നു, 5 വയസ്സുള്ള കുട്ടികൾ രാഗങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. 5 വയസ്സിലൊന്നും എനിക്ക് എന്താണെന്നറിയില്ല സംഗീതം. അതിൽ രാഗമുണ്ടോ, സ്വരമുണ്ടോ, അതിലുള്ള എന്താണ് സംഗീതത്തിലുള്ളതെന്നൊന്നും ഒരു ജ്ഞാനവും എനിക്കുണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വളർന്നു വരുന്നതോടുകൂടിയിട്ട് വീട്ടിൽ കൂത്തുപറമ്പിൽ അമ്മയിൽ നിന്ന് ഞാൻ സംഗീതം പഠിക്കുക. ചെറുപ്പത്തിൽ അമ്മ, നാരായണി അമ്മ, രാവിലെ 5 മണിക്ക് എഴുന്നേൽപ്പിച്ച് സാധകം ചെയ്യിക്കും. എന്നെയും എൻ്റെ ചേട്ടനെയും ചേച്ചിയെയും, 2 ചേച്ചിമാരാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൽ ഒരു ചേച്ചി മ്യൂസിക്കിൽ, ഒരു ചേച്ചി നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. അപ്പം നമ്മൾ 5 പേരുണ്ടായിരുന്നു. ഒരു ചേട്ടൻ ആർമിയിലാണ്. പിന്നെ ബാക്കി ഉള്ളവരെല്ലാവരും ഇരുത്തി രാവിലെ 5 മണിക്ക് 3 പേരുണ്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. 5 മണിക്ക് സാധകം, അത് അതികഠിനമായ സാധകം ചെയ്യും. സരി സരി ഗ സരി ഗമ സരി ഗമ പ ദ പ മ ഗമ പ രി ഗമ പ സരി രി ഗ ഗമ മ പ ദ പ മ ഗമ പ ദ പ മ ഗ ഗമ പ ദ പ മ ഗമ പ ദ പ നി ദ സ നി രി സ നി ദ പ മ ഗമ ഗ രി സ. ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം. ദേവദേവ കലയാമി തേ ജാതരൂപ നിഭചേല ജന്മാർജിത മാമഖീല. അമ്മ ഇങ്ങനെ പഠിപ്പിക്കും. അമ്മയുടെ ഗുരു കണ്ണൻ ഭാഗവതർ വീട്ടിൽ വരും ഇടയ്ക്ക്. അപ്പോൾ കണ്ണൻ ഭാഗവതരുടെ അടുത്ത് പഠിക്കാൻ എന്നെ ഏൽപ്പിച്ചു. എനിക്ക് അപ്പോൾ ഭാഗവതർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വളരെ നോട്ടി ആയിട്ടുള്ള ഒരു പയ്യനാണല്ലോ. അപ്പോൾ എന്തും ഭാഗവതരുടെ അടുത്ത് എന്തും ചോദിക്കും. കാരണം അമ്മയെ പഠിപ്പിച്ച ഭാഗവതരാണ് മക്കളെയും പഠിപ്പിക്കുന്നത്. അതാണ് ഒരു കാര്യം. അമ്മ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹാർമോണിയം വായിച്ച് കീർത്തനങ്ങൾ ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതൊരു കാലഘട്ടമാണ്, ദാറ്റ് ഇസ് ഒരു പീരീഡാണ്. ആ പീരീഡിലൊക്കെ സാധകം ചെയ്യുക ഒന്നുമില്ല, ഒരു മീഡിയാസും ഇല്ലല്ലോ. നമ്മൾ ഒരു ക്യാമറേൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയോ, നത്തിങ്.
66, 67 കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. അന്ന് എൻ്റെ തൊട്ടടുത്ത് സിനിമാ തിയേറ്ററാണ്. അവിടെയാണ് ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ അതിൽ കൂടെ കേട്ടിട്ട് ഞാൻ ഒളിഞ്ഞു നോക്കും. എൻ്റെ വീട്ടിൻ്റെ കിച്ചണിലിരുന്നിട്ട് രാത്രിയിൽ ആ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന കുട്ടിക്കുപ്പായം എന്ന സിനിമ, അതിലുള്ള പാട്ടുകൾ മുഴുവൻ മൈലാഞ്ചി പാട്ടുകളും, അയ്യോ അതൊക്കെ എനിക്കിപ്പോഴും വല്ലാതെ മനസ്സിൽ ഓർമ്മകൾ വല്ലാതെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എൻ്റെ കാലഘട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പാട്ടുകൾ ആ തിയേറ്ററിൽ ഇരുന്നിട്ട് പാട്ട് കേട്ട് പഠിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ സമയം വരുമ്പോഴും നമ്മളവിടെ പോയി ഇരുന്ന് തിയേറ്ററിൽ നിന്ന് ആ ലിറിക്ക്, വീട്ടിൽ നിന്ന് എൻ്റെ അടുക്കളയിൽ ഇരുന്നിട്ട് ആ തിയേറ്ററിൽ നിന്ന് ആ ലിറിക്ക് പാട്ട് വരുമ്പോഴും അവിടെ പോയി ഇരുന്ന് പാട്ട് എഴുതി പഠിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അമ്മയുടെ പഠിപ്പിക്കലും, അമ്മ പാട്ട് പഠിപ്പിക്കുന്നതും, അമ്മയുടെ ഗുരു വരുന്നതും, കണ്ണൻ ഭാഗവതർ വരുന്നതും, പിന്നെ രഘുവംശസുധാ ബുധിചന്ദ്രശ്രീ, രഘുവംശസുധാ ബുധിചന്ദ്രശ്രീ, രാമ രാമ ജയേശ്വര രഘുവംശ സുധാംബുധി ചന്ദ്രശ്രീ. ഇതൊക്കെയാണ് പണ്ടത്തെ പാട്ടുകൾ. ഇതെനിക്ക് ഓർമ്മയുള്ളത് സ്കൂൾ കോമ്പറ്റീഷൻ വന്നപ്പോൾ സരിമഗരി സരിമദ ധനി ഗപസ ധനി ദമഗരി സരി മമദ ധനി ഗപസ സരി മമ ഗരി സനി ദമഗരി രഘുവംശ സുധാംബുധി ചന്ദ്രശ്രീ. അപ്പോൾ ഇത് സ്കൂളിൽ പാടി, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് സ്കൂളിൽ പാടി പ്രൈസ് ഫസ്റ്റ് 1ാം സ്ഥാനം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കോമ്പറ്റീഷനൊന്നും സ്കൂളിൽ നിന്ന് എനിക്കധികം പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ഈ സംഗീതം ആണ് എൻ്റെ ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. കാര്യം സംഗീതം എന്ന പദം, വേർഡ് എന്ന് തന്നെ പറഞ്ഞാൽ എൻ്റെ മനസ്സിന് വളരെ വല്ലാതെ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സംഗീതം എന്ന് പറയുന്നത് തന്നെ. അന്ന് മുതൽ മ്യൂസിക് എവിടെയുണ്ടോ അവിടെ കയറി ചെല്ലും. ഞാനും എൻ്റെ 2-3 കൂട്ടുകാരും വളരെ സംഗീതത്തെ, രവീന്ദ്ര മാഷിൻ്റെ പാട്ട്, പഴയ ദാസേട്ടൻ്റെ പാട്ട് ഒക്കെ മാത്രമേ കേട്ടിട്ട് നമ്മളെ ഈ 3-4 പേരുണ്ട്. ഈ 4 പേരും ഇരുന്നിട്ട് ഈ പാട്ടുകൾ വിശകലനം ചെയ്യുമെന്ന്. ഈ പാട്ടുകൾ വെച്ച് നമ്മൾ വിശകലനം എന്ന് വെച്ചാൽ ക്രിറ്റിസിസമാണ് വരുന്നതിൽ. നമ്മളെല്ലാവരും അവിടെ അത് അങ്ങനെയാണോ, അവിടെ ഇത് ഇങ്ങനെയാണോ, അവിടെ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 10 വയസ്സൊക്കെ ആയപ്പോൾ 10-12 വയസ്സാക്കിയപ്പോഴൊരു എൻ്റെ ചേട്ടനൊരു ഗിറ്റാർ കൊണ്ടു തന്നിരുന്നു. ഈ ഒരു ഡി മേജർ കോഡ്, മേ ബി ആ ഡി മേജർ ആയിരിക്കും ഞാൻ എന്തെങ്കിലും രീതിയിൽ മേജറായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡി മേജർ കോഡാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കയ്യിൽ കിട്ടിയപ്പോഴേ, വീട്ടിൽ ഹാർമോണിയം ഉണ്ട്, അച്ഛൻ്റെ ചവിട്ട് ഹാർമോണിയം ഉണ്ട്, പക്ഷേ അതല്ല ഈ കിട്ടിയപ്പോഴേ എനിക്ക് സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് എനിക്ക് ഇൻബോണാണത്. ഇതിനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ വായിക്കാനുള്ള ജന്മനാ ഉള്ള ഒരു ടാലൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ വരുന്നത് കമ്പോസിങ്. 12 വയസ്സിൽ ഞാനും ചേച്ചിയും ഒക്കെ ഇരുന്നിട്ട് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. കാരണം ഗിറ്റാർ എൻ്റെ കയ്യിൽ കിട്ടിയതോടുകൂടി ഞാൻ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഒരുപാട് പഠിക്കാൻ, ഗിറ്റാർ കൊണ്ട് പാട്ടുകൾ ഉണ്ടാക്കുക, സെൽഫായിട്ട് ഉണ്ടാക്കുക, അന്ന് പഠിച്ചിട്ടില്ല ആ സമയത്ത്. ഗിറ്റാർ പഠിക്കുന്നത് പിന്നെ ഞാൻ തൃശ്ശൂരിൽ പോയതിന് ശേഷം, എൻ്റെ സ്കൂൾ ജീവിതം തൃശ്ശൂർ മോഡൽ സ്കൂളിൽ 2 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ജോക്കിൻ മാസ്റ്റർ, തൃശ്ശൂർ ഓർക്കസ്ട്ര, മോഡൽ സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു പിന്നെ അപ്സ്റ്റെയറിലാണ് ഈ മ്യൂസിക് സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയങ്ങൾ അവിടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി.
കാലക്രമേണ ആറ്റ്ലി മാഷുണ്ട്, നമ്മുടെ തൃശ്ശൂർ അറിയാം, തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ, ആറ്റ്ലി മാസ്റ്റർ ഒരു കോമ്പറ്റീഷൻ വെച്ചപ്പോൾ, വോയിസ് ഓഫ് തൃശ്ശൂരിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ, ഓൾ കേരള കോമ്പറ്റീഷനിൽ ഞാൻ ഗിറ്റാറിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുത്തു, വോക്കലിനും കൊടുത്തു. ഗിറ്റാറിൽ ഫസ്റ്റ്, വോക്കലിൽ 2 സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. ആ രണ്ടും. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതെനിക്ക് ഭയങ്കര അതിശയമായ കാര്യമാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ദേവരാജ മാഷിൻ്റെ വലിയൊരു പ്രോഗ്രാം തൃശ്ശൂരിൽ നടക്കുക. ആ സമയത്ത് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. എല്ലാവരും പിള്ളേരൊക്കെ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ അന്ന് പ്രൈസ് കിട്ടിയിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് തരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഒരു സ്റ്റേറ്റ് ലെവലിലുള്ളൊരു കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയിട്ട് ഞാൻ വാങ്ങിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ എല്ലാവരും ഗാനഗന്ധർവനായിട്ടുള്ള ദാസേട്ടൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്ന വയലിൻ വായിക്കാനുണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ മ്യൂസിക് കമ്പോസറായിട്ടുള്ള ഔസേപ്പച്ചൻ സാറായിരുന്നു. അപ്പോൾ ആ ഔസേപ്പച്ചൻ ജി എടുത്ത് ഞാൻ പിന്നീട് ചോദിച്ചു, ഇങ്ങനൊരു സംഭവത്തിൽ നിങ്ങളുണ്ടായിരുന്നു അവിടെ എന്ന് ചോദിച്ചു സ്റ്റേജിൽ. യെസ്, ഞാനുണ്ടായിരുന്നു, ഞാനാണെന്ന്, ഞാൻ വയലിൽ വായിച്ചു. ജോൺസൺ മാഷ് അന്ന് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ജോൺസൺ മാഷ് ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ ഔസേപ്പച്ചൻ സാറുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാനാണ് വന്നിട്ട് അവാർഡ് വാങ്ങിച്ചതെന്ന് ദാസേട്ടനായിരുന്നു. അപ്പോൾ ഇതൊക്കെ പതുക്കെ എൻ്റെ ലൈഫിലേക്ക് വന്ന് എന്നെ ഇൻസ്പയർഡ് ആക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. സംഗീതത്തിൽ എന്തെങ്കിലും ആവണം, ഒരു കരിയർ ഉണ്ടാവണം എന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമോ എന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ മ്യൂസിക് കോളേജിൽ മ്യൂസിക്കിന് ചേർന്നു, മ്യൂസിക് പഠിക്കാൻ വേണ്ടി മാത്രം. അല്ല, എന്തെങ്കിലും ഒരു സംഗീതം, സിനിമയിൽ സംഗീതം ചെയ്യണം, പാട്ട് പാടണം എന്നൊന്നുമില്ല. സംഗീതം എന്നൊരു സാധനമുണ്ട്, അത് എന്തെങ്കിലും പാടണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കരിയർ ഉണ്ടാക്കി അതിനെ നമ്മൾ സിനിമയിൽ പോയി അല്ലെങ്കിൽ ഒരു കോൺസേർട്ട് ചെയ്യണമെന്നുണ്ട്, പാട്ട് പാടണമെന്നുണ്ട്. പിന്നെ ആ ചെറുപ്പത്തിൽ തന്നെയുള്ള എൻ്റെ ഗിറ്റാർ വായിച്ചിട്ട് ഞാൻ സിനിമ പാട്ട് പാടുന്നൊരു കാലം ഉണ്ടായിരുന്നു, 2-3 വർഷം. സർവൈവിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗിറ്റാർ എടുക്കുന്നു, പ്രോഗ്രാമിന് പോകണു, പാട്ട് പാടുന്നു, പൈസ ഉണ്ടാകുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ, അതോടുകൂടി തന്നെ ഞാൻ ചിറ്റൂർ കോളേജിൽ ചേരുന്നത്. അതിന് ശേഷമാണ്, ചിറ്റൂർ കോളേജിൽ നിന്ന് ആണ് പിന്നെ ഞാനും കൃഷ്ണേന്ദ്രനും ഒക്കെ നമ്മുടെ ഒരു ഓർക്കസ്ട്ര രൂപീകരിക്കുന്നു. അതൊക്കെ ഒരു കണ്ടിന്യൂഷനാണ് എൻ്റെ ജീവിതത്തിൻ്റെ, സംഗീതത്തിൻ്റെ കണ്ടിന്യൂഷനാണ് അതൊക്കെ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ പൂനെയിലുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എനിക്ക് പുതിയൊരു ലൈഫ് എന്ന് പറഞ്ഞതുപോലെ സംഗീതത്തിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനുള്ള ഒരവസരം എനിക്ക് പൂനെയിൽ, നോർത്ത് ഇന്ത്യയിൽ വെച്ച് ഉണ്ടാവുന്നു. 81 ഞാൻ പൂനെയിലേക്ക് എത്തുമ്പോൾ, ഞാൻ കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്, ചെറിയ കോൺസേർട്ടും ചെയ്യുമായിരുന്നു അന്ന്. അവിടെ എത്തിയതിന് ശേഷം ഞാൻ സിതാർ പഠിക്കാനാണ് പണ്ഡിറ്റ് സച്ചിദാനന്ദ പഠിക്കുകയും, പണ്ഡിറ്റ് വിശ്വങ്കൻജിയുടെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോണു. വോക്കൽ പഠിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹവും ഉണ്ടായിരുന്നത്. ക്രമേണ ഖാൻ സാഹബ്, ബിൻഡി ബസാർ ഘരാനയിലുള്ള ഖാൻ സാഹബ് മുഹമ്മദ് ഹുസൈൻ സാബിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി വോക്കൽ പഠിക്കാനും ചേർന്നു. അങ്ങനെ 2 വർഷം 3 വർഷം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഗുരുജിയുടെ കോൺസേർട്ട് കേൾക്കാം സവായി ഫെസ്റ്റിവലിൽ. ഏറ്റവും വലിയ സംഗീത സമാരോഹമാണ് പൂനെയിലുള്ളത്. പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ ഗുരുവിൻ്റെ പേരിൽ സവായി ഗന്ധർവ് സംഗീത് സമാരോഹ്. അതിൽ ഓൾ ബിഗ് മ്യൂസിഷ്യൻസ്. 8 മണിക്ക് തുടങ്ങും രാത്രി 8 മണിക്ക് തുടങ്ങി രാവിലെ 8 മണി വരെ നിൽക്കും അത്. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇരിക്കും. 50,000 ആൾക്കാരുണ്ടാവും അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ കുമാർ ഗന്ധർവ് ജി, ഉസ്താദ് ജാക്കിർ ഹുസൈൻ ജി, ബേഗം പർവീൻ സുൽത്താന ജി,
and Shivakumar Sharma ji, all musicians, big musicians. ഉസ്താദ് അല്ലാറഖാൻ സാഹിബിൻ്റെ ഒരു ശിഷ്യനുണ്ട് ബോംബെയിലുള്ള സുനിൽ പാധ്യേ. സുനിൽ പാധ്യേ ഞാനും വളരെ ക്ലോസ് ആവുന്ന, ഹീസ് എ തബലിസ്റ്റ്, വെരി ഗുഡ് തബലിസ്റ്റ്. അദ്ദേഹം എൻ്റെ പ്രോഗ്രാം ഞങ്ങൾക്ക് ഒരുമിച്ച് റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ഡിറ്റ് ജസ്രാജിയുടെ കോൺസേർട്ട് കേൾക്കാൻ പോകാമെന്ന് പറയും സവായി ഫെസ്റ്റിവലിൽ. അവിടെ കേട്ടപ്പോൾ 5 മണിക്ക് ഗുരുജി പണ്ഡിറ്റ് ജസ്രാജി പാടുന്നു. എനിക്കറിയില്ലല്ലോ, എല്ലാവരും കേൾക്കുന്ന പോലെ ഞാൻ കേട്ടു. പണ്ഡിറ്റ് ജസ്രാജിയുടെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ഹിയർ. ആക്ച്വലി എൻ്റെ ബ്രെയിനിൽ അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക ഇപ്പോഴും. ഗുജറി തോടി ആൻഡ് ബൈരാഗി ഭൈരവ്, ഈ 2 രാഗങ്ങളായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ആക്ച്വലി ദാറ്റ് ടൈം ഐ വാസ് സെർച്ചിങ് ഫോർ എ ഗുരു. അപ്പോൾ ഗുരുജിയെ കണ്ടപ്പോൾ, പാട്ട് കേട്ടപ്പോൾ എനിക്കിത്, ഈ സംഗീതം എനിക്ക് ചേരും, എനിക്ക് പറ്റുന്ന സംഗീതം ഇതാണ്, ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാത്തിരുന്നതെന്ന് എനിക്ക് തോന്നൽ എനിക്കപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ നമ്പർ കളക്ട് ചെയ്ത് ഞാനൊരു ദിവസം ഗുരുജിയെ വിളിച്ച് ഡയറക്റ്റ് ഗുരുജിയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ആദ്യം ഗുരുജി ഡെഫിനറ്റ്ലി എന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പാട്ടുകളൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ബേട്ടാ മുझे टाइम बिल्कुल नहीं है, मैं अभी बहुत बिजी हूँ, ट्रैवलिंग पे हूँ, मैं कैसे सिखाऊँ तुमको. कर्नाटक संगीत अगर सीखेगा तो 3 साल में, विद इन 3 years यू कैन बी ए गुड सिंगर എന്ന് പറഞ്ഞു. കർണാടക സംഗീതം പഠിക്കാൻ പറഞ്ഞിട്ട് ബാലമുരളി കൃഷ്ണൻ്റെ അടുത്ത് അയക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ക്ലോസ് ആണ്, ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുക, ഗുരുജിയുടെ മ്യൂസിക്, വേറെ ഒന്നും എൻ്റെ മനസ്സിൽ കിട്ടുന്നില്ല. പറ്റില്ല എന്നും പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് ശരിക്കും എൻ്റെ കണ്ണിൽ വെള്ളം, എൻ്റെ കണ്ണിൽ ഭയങ്കര ഫീൽ ചെയ്തതാണ് ആ സമയത്ത്. ഞാനിങ്ങനെ ഗുരുജിയെ ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിച്ച് പോകുമ്പോഴേ എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണിലെ പാദത്തിൽ ഒരു ഡ്രോപ്പ് ഗുരുജിയുടെ പാദത്തിൽ വീണിട്ടുണ്ട്. അങ്ങനെ ഞാനവിടുന്ന് ഇറങ്ങി താഴേക്ക് പോയപ്പോൾ സെർവൻറ്റ് താഴെ ഓടി വന്നിട്ട് പറഞ്ഞു, गुरुजी इज़ कॉलिंग यू, तुम्हें बुला रहा है, जाओ, गुरुजी बुला रहा है तुमको. അപ്പോൾ ഞാൻ താഴെ നിന്ന് കയറി വീണ്ടും പോയി. ഗുരുജി അപ്പോൾ പറഞ്ഞു, നിനക്ക് ബോംബെയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, ഞാൻ നോക്കട്ടെ, സമയം കിട്ടുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. ബോംബെയിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കാരുമില്ല, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഗുരുജിയുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നതും അതിനുശേഷം ഗുരുജി എൻ്റെ വീട്ടിൽ വരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് പാദപൂജ ചെയ്യുന്നു. 3 തവണ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ അത് അങ്ങനെ, ഇതൊക്കെ നമ്മളിൽ ഒരാൾക്ക് എന്താവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതല്ല ഒരിക്കലും. ഇതൊക്കെ അങ്ങനെ വന്നു ചേരുന്നതാണ്. സിനിമ എൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് ഒരിക്കൽ PT കുഞ്ഞുമ്മ സാറിൻ്റെ അടുത്ത് പറയുന്നത്, PT ഒരാളുണ്ട്, ഒരു ഹിന്ദുസ്ഥാനി പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനിക്കാരനുണ്ട്. അദ്ദേഹം, അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഇവിടെ പലവർക്കും ഭ്രമമാണല്ലോ അന്ന്, എന്താണെന്നറിയില്ല. ബാബുക്കയാണ് അതിൻ്റെ ഒരു കാരണക്കാരൻ. ബാബുക്കയുടെ പാട്ട്, സിനിമാ പാട്ടുകളാണ് ആ ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഒരു ഹിന്ദുസ്ഥാനി പഠിച്ച് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദുസ്ഥാനി സ്റ്റൈലുള്ള മ്യൂസിക്, ഹിന്ദുസ്ഥാനിയിൽ സ്റ്റൈലിലുള്ള സംഗീതം. അപ്പോൾ അതിന് PT കുഞ്ഞുമുഹമ്മദിനെ പോലെയുള്ള ഒരു സംവിധായകൻ, മേ ബി അദ്ദേഹം തേടി നടക്കാതിരിക്കാം, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കമ്പോസറിനെ തേടി നടക്കാതിരിക്കാം. അങ്ങനെയാണ് 93 അദ്ദേഹത്തിൻ്റെ മഗ്രിബ് എന്ന പടത്തിന് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡിങ് ചെയ്തു. രമേഷ്ജി, നമുക്ക് അടുത്തൊരു പടത്തിൽ ഒരു സോങ് ചെയ്യണം. അപ്പോൾ 96 അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു പാട്ടുണ്ട്,
സഗമപമ സഗമ റഫീഖിന്റെ വരി പറയാൻ മറന്ന് പറയാൻ മറന്ന് വിരഹാർദ്രമിഴികൾ അലയൂ നീ അലയൂ നീ ചിരന്തനനാ സാന്ധ്യമേഘമേ നീ വരും അപാരമേ തടർന്ന വിദുര സുസ്മിതം ഗമ പനി സഗ നിസ പനി സഗ നിസ പനി മാപമ ഗമ. ഈ ഒരു പാട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടെന്ന്. നമ്മുടെ റഫീഖ് അഹമ്മദ് ഇതിൻ്റെ ലിറിക്ക് കൊണ്ടുവന്നിട്ട് സിനിമയിലേക്ക് എൻ്റെ ആദ്യത്തെ ഒരു പാട്ടാണിത്. ഇത് ബോംബെയിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഗുരുജിയെ കേൾപ്പിച്ചു ആദ്യമായിട്ട്. ഗുരുജി പറഞ്ഞു, വാ, എന്തിനാണ് ഈ പാട്ട്, സിനിമയ്ക്കാണോ എന്ന് ചോദിച്ചു. ഹാ ഗുരുജി. അന്നത്തെ വാക്ക്മാൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഗുരുജിക്ക് ഇങ്ങനെ കാസറ്റിൽ കേൾപ്പിക്കുക. അപ്പോൾ പല്ലവി കഴിഞ്ഞപ്പോൾ എന്നിങ്ങനെ നോക്കി. ആ റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. ആ റിയാക്ഷൻ, ഗുരുജിയുടെ റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. അത് സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ടത്. അത് കഴിഞ്ഞു ഇടയ്ക്കിങ്ങനെ കൈകൊണ്ടിങ്ങനെ കാണിച്ചു. എന്നിട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഫിലിമിന് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞു അതെ. ഗുരു എന്നിട്ട് പറഞ്ഞു, ഇതുവരെ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിൽ ഇങ്ങനെയൊരു ഗാനം ഞാൻ കേട്ടിട്ടില്ല. മധുരാജിയുടെ അച്ഛനാണ് ബി ശാന്താറാം, ഗുരുജിയുടെ ഗുരുമായുടെ അച്ഛനാണ് ബി ശാന്താറാം. അപ്പോൾ അങ്ങനെ ഒരു രാജ് കമൽ പ്രൊഡക്ഷൻസിൻ്റെ പാട്ടുകൾ, അങ്ങനെ ഒരു വലിയൊരു സിനിമയായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ആ ഫാമിലി മൊത്തം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുജിയാണ് ഈ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഗാനം ഞാൻ റെയർലിയാണ് കേട്ടിട്ടില്ലെന്ന്. അപ്പോൾ ദാറ്റ് ഈസ്, എനിക്ക് ജീവിതത്തിൽ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഈ ഗാനത്തെ പറ്റി പറഞ്ഞാണ് അത്. പിന്നെ എന്നിട്ട് പറഞ്ഞു, ജോഗ് രാഗിൽ ഇങ്ങനെയൊരു കോമ്പോസിഷൻ, ഇതിൻ്റെ ഒരു ചലൻ തുമ്നെ ദിയാ ഹൈ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ദ കോമ്പിനേഷൻ ഓഫ് നോട്ട്സ് ആൻഡ് എല്ലാം കൂടെ. അങ്ങനെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ഗുരുജി അന്ന് തന്നിരുന്നു.